ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഭാരതം തകർത്തപ്പോൾ നിയന്ത്രണ രേഖയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഷെല്ലാക്രമണം നടത്തിയായിരുന്നു പാക് സൈന്യം പ്രതികരിച്ചത്. പൂഞ്ച്, രജൌരി, കുപ്വാര സെക്ടറുകളിലെ സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത്. രജൌരിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ മേഖലയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോഴുള്ളത് രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുള്ള കെട്ടിടത്തിന് മുകളിലാണ്. രജൌരിയിൽ 10-ാം തീയതി പുലർച്ചെ 4 മണി മുതൽ 5:30 വരെയാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്നിട്ടുള്ളത്. അതിൽ തകർന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അക്രമം ഉണ്ടാകും, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടാകും എന്ന കൃത്യമായ ധാരണയിൽ ഈ മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റി താമസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആളപായം ഈ ഒരു ഷെല്ലാക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പൊട്ടിത്തകർന്ന് കിടക്കുന്ന ആ കെട്ടിടത്തിന്റെ മേൽഭാഗം നേരെ താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിലാണെങ്കിൽ താഴെ കടയാണ്, മുകളിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കാനും അല്ലെങ്കിൽ കൊല്ലപ്പെടാനും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ടായിരുന്നു. അത്തരത്തിൽ ഭാരതം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ പക്ഷെ തിരിച്ച് ഭാരതത്തിലെ ജനവാസ മേഖലകളിലേക്ക് ഇത്തരത്തിൽ ഷെല്ലാക്രമണം നടത്താനും സാധാരണക്കാരായ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ജീവനെടുക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ വലിയ രോക്ഷം നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ ആളുകൾ കഴിഞ്ഞ ദിവസം പ്രത്യാക്രമണമോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമോ ഷെല്ലാക്രമണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി കടന്നുപോയി. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് ആളുകൾ ഇന്ന് പുലർച്ചെയായി തിരിച്ചെത്തുന്നുണ്ട്. അത്തരം ആളുകളോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ വലിയ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി ഇത്തരത്തിൽ വികസന പദ്ധതികൾ എത്തിച്ചുകൊണ്ട് അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ നിരപരാധികൾക്ക് നേരെ, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടുള്ള മര്യാദഘട്ട പ്രവർത്തനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. രജൌരി, പൂഞ്ച് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഷെല്ലാക്രമണവും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പും ഭാരതത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. പൂഞ്ച് മേഖലയിൽ രജൌരിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് പൂഞ്ചിലേക്ക്. പൂഞ്ചിൽ 16 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായ തരത്തിൽ ഭാരതം വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഭീകരവാദികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് നടത്തിയപ്പോൾ പാകിസ്ഥാൻ പക്ഷേ ചെയ്തിട്ടുള്ളത് ഇതിന് സമാനമായി ഇത്തരത്തിൽ ഭാരതത്തിലെ സാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന മേഖലകളിലേക്ക് ഷെല്ലാക്രമണം നടത്താനും സാധാരണക്കാരുടെ ജീവൻ എടുക്കാനുമുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ 10-ാം തീയതി പുലർച്ചെ 4 മണി മുതൽ 5:30 വരെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആൾതാമസം ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കാനും ജീവൻ നഷ്ടപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ മര്യാദഘട്ട പ്രകോപനത്തിന് അതിശക്തമായ തിരിച്ചടി അതിർത്തി മേഖലയിലും ഒപ്പം വ്യോമമാർഗത്തിലും ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 12 മണിക്കൂറിലധികം പരിശോധിക്കുമ്പോൾ, അതായത് ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെയും ഒരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിലവിൽ അതിർത്തി മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനിയൊരു പ്രകോപനമുണ്ടായാൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാനുള്ള, പാകിസ്ഥാനെ അടിച്ചു തകർക്കാനുള്ള നിർദ്ദേശവും തീരുമാനവും രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും ഒപ്പം സൈന്യവും അതിശക്തമായി എടുത്ത പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഏതായാലും രജൌരിയിൽ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. രജൌരിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.